കോഴിക്കോട് താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ബീം അടർന്നു വീണു. തലനാരിഴയ്ക്കാണ് ബസ് കാത്തുനിന്ന യാത്രക്കാർ രക്ഷപ്പെട്ടത്. നിർത്തിയിട്ട ബൈക്കിൽ അടർന്ന ഭാഗങ്ങൾ ശബ്ദം കേട്ടുനിന്ന ആളുകൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ശരത് എസ് വിവരങ്ങൾ നൽകും. ശരത്, അപ്പോൾ ഈ ബീം ഇങ്ങനെ അടർന്നിരുന്നത് ആളുകളുടെ ശ്രദ്ധയിൽ പെടാതെ പോയതാണോ, അതോ ശ്രദ്ധിച്ചിട്ടും ആരും പരിഗണിക്കാതിരുന്നതാണോ? ഷിയാസ്, അതായത് പഴയ ബസ് സ്റ്റാൻഡിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇതിന് നേരത്തെ തന്നെ വിള്ളലുകളൊക്കെ തന്നെ ബീമുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് കാര്യമായി ശ്രദ്ധിച്ചില്ല എന്ന് വേണം പറയാൻ. എന്തായാലും ഇപ്പോൾ ഇന്ന് രാവിലെ 9:15 കൂടിയാണ് ഇത്തരത്തിൽ കോൺക്രീറ്റ് പാളി അടർന്ന് താഴേക്ക് വീണത്. സാധാരണഗതിയിൽ നിരവധി യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്ന സ്ഥലത്തേക്കാണ് ഇത്തരത്തിൽ ഈ കോൺക്രീറ്റ് പാളി വന്ന് പതിച്ചത്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണ് യാത്രക്കാരില്ലാത്തതും ഈ ഒരു അപകടം ഒഴിവായതും എന്ന് വേണം പറയാൻ. മാത്രമല്ല, ഈ കോൺക്രീറ്റ് പാളി അടർന്നു വീഴുന്നത് ഒരു ബൈക്കിന് മുകളിലേക്കാണ്. ഇതിന് ബൈക്കിന് മുകളിലേക്ക് വീഴുന്ന ശബ്ദം കേട്ട് തൊട്ടടുത്ത് നിന്നവർക്ക് തന്നെ ഓടി രക്ഷപ്പെട്ടത് കൂടി തന്നെ ഈ അപകടം ഒഴിവായി എന്ന് വേണം പറയാൻ. എന്തായാലും നിരവധി വിള്ളലുകൾ ഈ ഭാഗങ്ങളിലുണ്ട്, കെട്ടിടത്തിനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ യാഥാർത്ഥ്യം. അതുൾപ്പെടെ പരിഹരിക്കണമെന്ന ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. 10 കടകളാണ് തരത്തിൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രവർത്തിക്കുന്നത്. മേലെ ഒരു ഓഡിറ്റോറിയവും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ യാത്രക്കാരും നിരവധി ആളുകളും ഒക്കെ തന്നെ വന്നു പോകുന്ന സ്ഥലത്താണ് ഇത്തരത്തിലുള്ളൊരു അപകട സാഹചര്യമുള്ളത്. ശരി, ശരത് എസ് ആണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.